ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് മോഡ്യൂളിലെ അനദർ ചാപ്റ്റർ ആയിട്ടുള്ള റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ ഓഡിറ്റർ എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് മെയിൻലി പറയുന്നത് എന്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ആൻഡ് പവേഴ്സ് ഓഫ് ഓഡിറ്റർ, ഓഡിറ്റേഴ്സ് ലീവ്, ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റേഴ്സ്, സ്റ്റാറ്റ്യൂട്ടറി duty to report on accounts audited by his duties arising out of the common law, duties arising out of professional etiquette, duties imposed by court, special audit of the company. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റൈറ്റ് ആൻഡ് പവേഴ്സ് ഓഫ് ആൻ ഓഡിറ്റർ. ഒരു ഓഡിറ്ററിൻ്റെ റൈറ്റ്സ് എന്താണ്, പവേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. According to Companies Act 1956, has conferred certain assurance to the auditors of the company to perform the work of the auditor diligently. These assurances are in the form of rights and powers given to the company auditor. That means companies have to provide certain duties and rights to their auditor to perform their work more efficiently. Then we followed rights and duties of auditor according to the Indian Companies Act. The first right is right to access the books of account and vouchers. That means you access all the books of accounts and vouchers in the it related to the companies. First point is right of access books of account and vouchers. The auditor has right to access at any time the books of accounts and vouchers of the company, whether they are kept at the head office of the companies or elsewhere. This is the statutory right of the auditor to access the books of accounts and vouchers of the organization. That means it includes financial books, statutory, statistical books, etc. are including in the right to access books of accounts and vouchers. അപ്പോൾ ഇതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്, അതായത് ഓർഗനൈസേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു ട്രാൻസാക്ഷൻ്റെയും ബുക്സ് ഓഫ് അക്കൗണ്ട് നമുക്ക് ഏത് ടൈമിലും, അതായത് നമുക്ക് മീൻസ് ഓഡിറ്റർക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊരു ഓഡിറ്ററിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. അതായത് ഏതൊരു ഓഡിറ്ററിനും അറ്റ് എ ടൈം, ഏത് ടൈം ആയിക്കോട്ടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അത് ഫിനാൻഷ്യൽ ബുക്ക് ആവാം, സ്റ്റാറ്റ്യൂട്ടറി ബുക്ക് ആവാം, സ്റ്റാറ്റിസ്റ്റിക്കൽ ബുക്ക് ആവാം, ഏതായിക്കോട്ടെ ഓഡിറ്റർക്ക് അത് ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദ സെക്കൻഡ് പോയിന്റ് ഈസ് റൈറ്റ് ടു വിസിറ്റ് ബ്രാഞ്ചസ്. ദ ഓഡിറ്റർ ഹാസ് എ റൈറ്റ് ടു വിസിറ്റ് ബ്രാഞ്ചസ് ഓഫ് ദ ഓർഗനൈസേഷൻ. If the company has a branch or branches, he has access to the branches and its account, books, vouchers, even when the branch account are audited by a local auditor. According to Section 226 of the Act, his visit to branches is deemed to necessary if the branch account are audited by local auditors. That means local auditors ആണ്, അതായത് ഓഡിറ്റർക്ക് ഒരു ഓർഗനൈസേഷനിൽ ഓഡിറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സബ് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സോ അതേപോലെ തന്നെ വൗച്ചേഴ്സോ എന്ത് കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എസ്പെഷ്യലി അതൊരു ലോക്കൽ ഓഡിറ്ററാണ് ആ ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്തെന്നുണ്ടെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 226 പ്രകാരം ഓഡിറ്റർക്ക് നെസസറി ആയിട്ട് ആ ബ്രാഞ്ച് വിസിറ്റ് ചെയ്ത് ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് റൈറ്റ് ടു വിസിറ്റ് ബ്രാഞ്ചസ് പറയുന്നത്. ഇഫ് ദ കമ്പനി ഹാസ് ബ്രാഞ്ച് ഓർ ബ്രാഞ്ചസ്, ഹി ഹാസ് ആക്സസ് ടു ബ്രാഞ്ച് ഇറ്റ്സ് അക്കൗണ്ട്സ്, ബുക്സ്, വൗച്ചേഴ്സ്, എക്സെട്ര. ദിസ് ഈസ് ദ സെക്കൻഡ് ഡ്യൂട്ടി ഓർ പവർ ഓഫ് ഓഡിറ്റർ. ദ തേർഡ് വൺ ഈസ് right to be obtain information and explanation. Information and explanation means the auditor has right to seek and obtain from the board of directors officers of the company any information and explanation as he may think necessary for the performance of his duty of an auditor. If the director or officers refuse to furnish such information, he has to right to mention the fact in this report. ദാറ്റ് മീൻസ് എന്താണ് റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫോർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. ദ ഓഡിറ്റർക്ക് ഒരു കമ്പനി ഓഡിറ്റ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ഇൻഫോർമേഷൻസോ എക്സ്പ്ലനേഷനോ നെസസറി ആയിട്ട് ആൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് റൈറ്റ് ഉണ്ട്. ആ ഇൻഫോർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇൻ കേസ് ഓഫ് ഏതെങ്കിലും ഒരു ഓഫീസേഴ്സ് ആൾ ഇങ്ങനെ എക്സ്പ്ലനേഷനോ ഇൻഫോർമേഷനോ വേണമെന്ന് പറഞ്ഞാൽ അത് റെഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് റൈറ്റ് ഉണ്ട് ആ ഇൻഫോർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള, അതായത് ആ ഓഫീസേഴ്സ് ഈ ഓഡിറ്റർക്ക് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന
അപ്പോൾ അതാണ് പറയുന്നത് റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. He has right to seek and obtain from the board of directors of right to get explanation and information about they are necessary for the performance of auditor's duty. The third point is right to correct wrong statement. That means the auditor of a company has a right to correct any wrong statement committed by the directors relating to account that are be laid before the companies in a general meeting. The auditor has a right to correct wrong statement. That means ഓഡിറ്റർക്ക് റൈറ്റ് ഉണ്ട് എന്തെങ്കിലും റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പനിയുടെ ഡയറക്ടേഴ്സ് അക്കൗണ്ട്സിൻ്റെ കാര്യത്തിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റോങ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്യാനുള്ള റൈറ്റും കൂടിയും ഓഡിറ്റർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. The next point is right to comment on the inadequacy of accounting system. The auditor has right to comment the inadequacy. The accounting system maintained inadequate. He has advised the board to change his system of accounts. He has right to mention the fact in this report. ദാറ്റ് മീൻസ് അക്കൗണ്ടിങ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇനാഡ്വക്കസിയോ അതേപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നോ ഓഡിറ്റർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് അഡ്വൈസ് ചെയ്യാം. ഈ സിസ്റ്റം മാറ്റിയിട്ട് വേറൊരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യം അഡ്വൈസ് ചെയ്യാൻ പറ്റും. അത് ഒരു ഓഡിറ്ററിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. എന്തെങ്കിലും ഇനാഡ്വക്കസി അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനായിട്ട് പറയാമെന്നുള്ളത് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് റൈറ്റ് ടു റിസീവ് നോട്ടീസ് ആൻഡ് അറ്റൻഡ് ജനറൽ മീറ്റിംഗ്. ഓഡിറ്റർക്കുള്ള നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ടു റിസീവ് നോട്ടീസ് ആൻഡ് അറ്റൻഡ് ജനറൽ മീറ്റിംഗ്. The auditor of the company has a right to receive notice and to attend every general meeting. He has the power to make any statement or explanation with regarding to the account. He has may desire the meeting but need not to answer any questions. അത് പറയുന്നത് എന്താണ്, ഒരു ഓഡിറ്ററിൻ്റെ ഒരു കമ്പനിയുടെ ഓഡിറ്ററിൻ്റെ റൈറ്റാണ് ഒരു ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ എവരി ജനറൽ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ജനറൽ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് റിസീവ് ചെയ്യാന്നുള്ളതും ഒരു ഓഡിറ്ററിൻ്റെ റൈറ്റാണ്. അതേപോലെ തന്നെ ഓഡിറ്റർക്ക് ജനറൽ മീറ്റിങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സോ എക്സ്പ്ലനേഷനോ എന്തെങ്കിലും നീഡഡ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ആവശ്യപ്പെടാനുള്ള റൈറ്റും ഓഡിറ്റർക്കുണ്ട്. അറ്റ് എ ടൈം അയാൾ എന്തുകൊണ്ടാണത് ആവശ്യപ്പെട്ടതെന്നുള്ള കാര്യത്തിന് ആൻസർ ചെയ്യണമെന്ന് ഇല്ല. ഇതൊരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ് റിസീവ് നോട്ടീസ് ആൻഡ് അറ്റൻഡ് ജനറൽ മീറ്റിംഗ്. ദ നെക്സ്റ്റ് ഡ്യൂട്ടി ഈസ് റൈറ്റ് ടു ഹാവ് എ ലീഗൽ ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ്. Right to have a legal and technical advice means he has the right to seek legal and technical advice for expert opinion in any matter conducted with the accounts. That means കേസ് ഓഫ് എനി ഓഡിറ്റ് അക്കൗണ്ടിങ്ങിൽ എന്തെങ്കിലും ലീഗൽ ആൻഡ് ടെക്നിക്കൽ അഡ്വൈസസ് കമ്പനീസിൻ്റെ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. ഇറ്റ് ഈസ് നെസസറി ടു ഗീവ് ഹിസ് ഒപ്പീനിയൻ ഇൻ ദിസ് റിപ്പോർട്ട്. അതായത് ഇൻ കേസ് ഓഫ് എനി അഡ്വൈസോ അല്ലെങ്കിൽ ലീഗൽ ആൻഡ് ടെക്നിക്കൽ അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ടെക്നിക്കൽ റിപ്പോർട്ടിൽ അത് നെസസറി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതാണ് റൈറ്റ് ടു ഹാവ് എ ലീഗൽ ടെക്നിക്കൽ അഡ്വൈസിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് റൈറ്റ് ടു ബി ഇൻഡെമിനിഫൈഡ്. റൈറ്റ് ടു ബി ഇൻഡെമിനിഫൈഡ് മീൻസ് the auditor has a right to be indemnified out of the asset of the company against any liability incurred by defending himself against any civil or criminal proceeding by the company provided he has accused of the charges or judgment of pronounced in his favor. According to section 633 പ്രകാരം റൈറ്റ് ടു ഇൻഡെമിനിഫൈഡ് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. ദ ഓഡിറ്റർ ഹാസ് എ right to indemnified out of the asset of the company against any liability incurred by him defending himself against any criminal or civil proceeding by the company provided. ഒരു കമ്പനിയുടെ എന്തെങ്കിലും അസറ്റ്സിൻ്റെയോ ലയബിലിറ്റീസിൻ്റെയോ കാര്യത്തിൽ എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ക്രിമിനലായിട്ടോ അല്ലെങ്കിൽ സിവിലായിട്ടോ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് കമ്പനി ഫോളോ ചെയ്യുന്നതായിട്ട് വരാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കണം, ഓഡിറ്റർ ആയിരിക്കണം അതിന് അക്യൂസ്ഡ് ആയിട്ട് വരേണ്ടത്. കാരണം ഹീ ഈസ് ദ ഡ്യൂട്ടി ടു വെരിഫൈ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് ദ മീനിങ് ഓഫ് റൈറ്റ് ടു ബി ഇൻഡെമിനിഫൈഡ്. ദ നെക്സ്റ്റ് ഡ്യൂട്ടി ഈസ് right to receive remuneration as the first auditor. The auditor has a right to receive his remuneration provided he has completed the work of our undertook. If he has been appointed at an annual general fee
and he is given dismissed during the year, he is eligible or full annual fee fixed. ദാറ്റ് മീൻസ് റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ മീൻസ് ഓഡിറ്റർ വർക്ക് ചെയ്യുന്നതിന് ആൾക്ക് റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഓർഗനൈസേഷൻ്റെ ഡ്യൂട്ടിയാണ്. ദ ഓഡിറ്റർ ഹാസ് റൈറ്റ് ടു റിസീവ് ഹിസ് റെമ്യൂണറേഷൻ. ഇത് മെയിൻലി എപ്പോഴാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ആനുവൽ ഫീ ആയിട്ടായിരിക്കും നമ്മൾ ഓഡിറ്ററിൻ്റെ റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റ് ടൈം അപ്പോയിൻമെൻറ്റിൻ്റെ ടൈമിൽ തന്നെ ഓഡിറ്ററിൻ്റെ ഫീസ് എത്രയാണെന്നുള്ളതും കൂടി ആദ്യം തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. The last duty of an auditor is right to sign the audit report. According to section 229 of the Companies Act, only a person appointed as an auditor of the company or where a firm of auditor is not appointed, only a member in the firm working in the India may sign in the auditor report or sign or authenticate any other document of the company required by law to be signed or authenticated by auditor. That means ഓഡിറ്ററാണ് ഒരു ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 220 ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരം ആരാണോ നമ്മൾ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആ പേഴ്സൺ ആയിരിക്കണം ഓഡിറ്റ് റിപ്പോർട്ടിൽ സൈൻ ചെയ്യേണ്ടത്. ഹി ഹാസ് ദ റൈറ്റ് ടു സൈൻ ദ ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് ദ കമ്പനി. അതുപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിലും അതേപോലെ എന്തെങ്കിലും ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തും സൈൻ ചെയ്യേണ്ടത് ആരായിരിക്കണം? ഓഡിറ്റർ ആയിരിക്കണം. അപ്പോൾ ദീസ് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ദ ഓഡിറ്റർ. ദ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് ഓഡിറ്റർ ഈസ് റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് വൗച്ചേഴ്സ്. ദ സെക്കൻഡ് ഈസ് റൈറ്റ് ടു വിസിറ്റ് ബ്രാഞ്ചസ് ആൻഡ് തേർഡ് പോയിന്റ് ഈസ് റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫോർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. ദ ഫോർത്ത് പോയിന്റ് ഈസ് right to correct wrong statement, and next point is right to comment on the inadequacy of accounting system. The next is right to receive notice and attend general meeting. The next point is right to have a legal and technical advice. The next is right to give a suggestions to the board, and the next one is right to correct wrong statement, and the final one is right to be indemnified. These are the main duties, powers and rights of the auditors of the company. Next we move on the duties of an auditor. The duties of the auditor may be mainly classified into 4 types: statutory duties, duties arising out of the common law, duties arising out of professional etiquette, and duties imposed by the legal or court decision. These are the main duties of the auditor. Then first we move on the statutory duties of the auditor. The statutory duty of the auditor, the first point is to make report to the members. That means to provide the report to their members. The second duty is to inquire certain matters. The second duty is inquire certain matters, any controversies and any argues against their transactions, so it can be inquired in certain matters. The next duty is to certify the statutory report. The next duty is the statutory report is already prepared to certify that is correct or wrong, or any frauds and errors is committed in the transaction. It can be checked and a statutory report also can be certified. The next duty is to certify the profit and loss, assets, liabilities and rates of dividend. To certify the profit, loss, assets, liabilities and any rates of dividend can be also certified by the auditor. These are the main statutory duties of the auditor. The first one is to make the report to the members. Members-ന് report provide ചെയ്യുക. To inquire certain matters, എന്തെങ്കിലും മിസ്ലീഡിങ് ആയിട്ടുള്ളതായിട്ട് എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് ഇതൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് എൻക്വയറി ചെയ്യുക. അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് certify to certify the statutory report. And the next category is to certify the profit, loss, assets, liabilities and any dividend given to the organizations. അപ്പോൾ അസെറ്റ്സോ പ്രോഫിറ്റോ ലോസസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് സർട്ടിഫൈ ചെയ്യുക, കറക്റ്റ് ആണെന്നുള്ളത് സർട്ടിഫൈ ചെയ്യുക എന്നുള്ളതും കൂടി ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. ദാറ്റ് മീൻസ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന മെയിൻ 4 പോയിൻറ്റ്സ്. നെക്സ്റ്റ് വരുന്ന സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസിൽ വരുന്നതാണ് ടു അസിസ്റ്റ് ദ ഇൻസ്പെക്ടർ ഇൻ ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആളെ അസിസ്റ്റ് ചെയ്യുക. To assist the inspector in investigation. The next point is to make report to the central government. ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓഡിറ്റർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ആ പ്രിപ്പയർ ചെയ്ത റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക്
സബ്മിറ്റ് ചെയ്യുകയും വേണം. ടു മേക്ക് റിപ്പോർട്ട് ടു ദ സെൻട്രൽ ഗവൺമെൻറ്. ദ നെക്സ്റ്റ് ഡ്യൂട്ടി ഈസ് ടു മേക്ക് ദ റിപ്പോർട്ട് ഇൻ കേസ് ഓഫ് മെമ്പേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പ്. അതായത് എന്തെങ്കിലും മെമ്പേഴ്സിൻ്റെ വളണ്ടറി വൈൻഡിങ് അപ്പിൻ്റെ കേസസിൽ എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് നെക്സ്റ്റ് ഡ്യൂട്ടി പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഡ്യൂട്ടി ഇൻ കേസ് ഓഫ് പ്രോസ്പെക്ടസ്. എന്തെങ്കിലും പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും മെൻഷൻ, അതായത് ഒരു പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആണ്. അതിൻ്റെ അകത്ത് ഓരോരുത്തരുടെ ഡ്യൂട്ടീസും അവരുടെ റൈറ്റ്സും പവേഴ്സും ഒക്കെ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ചെയ്യാമെന്നുള്ളത് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഡ്യൂട്ടീസ്. ടു അസിസ്റ്റ് ദ ഇൻസ്പെക്ടർ ഇൻ ഇൻവെസ്റ്റിഗേഷൻ, ടു മേക്ക് റിപ്പോർട്ട് ടു ദ സെൻട്രൽ ഗവൺമെൻറ്, to make report in case of members voluntary winding up, and last one is duty in case of prospectus. These are the main statutory duties of the auditor. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് കോമൺ ലോ. ദാറ്റ് മീൻസ് കോമൺ ലോയിൽ വരുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന്. The duty arising out of contract between the auditor and the client under the common law, the auditor is required to perform all those duties which he has expressly or implicitly undertaken to the performed by the contract with his client. That means it mainly applicable in joint stock companies. That means നമ്മൾ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കും, ഓഡിറ്ററും ക്ലയൻറ്റും തമ്മിലും ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കും. ആ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡ്യൂട്ടി ചെയ്യണമെന്ന് എക്സ്പ്രസ് ചെയ്തിട്ടോ, അതായത് എക്സ്പ്രസ്സിലോ ഇംപ്ലൈസിലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്യൂട്ടീസും കൂടി പെർഫോം ചെയ്യാന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതാണ് പറയുന്നത് അറ്റ് എ ടൈം നമ്മളൊരു ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് ക്ലയൻറ്റും ഓഡിറ്ററും തമ്മിലൊരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കും. ആ എഗ്രിമെൻറ്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൽ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണോ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഡ്യൂട്ടീസൊക്കെ ഫുൾഫിൽ ചെയ്യാന്നുള്ളത് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന ഓഡിറ്റേഴ്സ് ഡ്യൂട്ടി, അതായത് കോമൺ ലോ പ്രകാരം ഓഡിറ്റേഴ്സിന് വരുന്ന മെയിനായിട്ട് 3 ഡ്യൂട്ടീസാണ് വരുന്നത്. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് ടു അസർട്ടൈൻ അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി ഓഫ് ദ ഇൻഡസ്ട്രീസ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ അൺയൂട്ടിലൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അത് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്ററിൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി. നെക്സ്റ്റ് പറയുന്നതാണ് പൊസിഷൻ ഓഫ് ദ കറൻറ്റ് അസെറ്റ്. ദാറ്റ് മീൻസ് കറൻറ്റ് അസെറ്റിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, ദാറ്റ് മീൻസ് ഗുഡ് ഓർ ബാഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഓഡിറ്ററിൻ്റെ കോമൺ ലോയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ്. ദ നെക്സ്റ്റ് പറയുന്നതാണ് എക്സ്റ്റെൻഡ് ഓഫ് ഓവർ സ്റ്റോക്കിംഗ് സ്റ്റോർ. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോറിൻ്റെ കപ്പാസിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതും കൂടി ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോമൺ ലോയിൽ പറയുന്ന ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ബൈ ലീഗൽ ഓർ കോർട്ട് ഡിസിഷൻസ്. അതായത് ലീഗൽ അല്ലെങ്കിൽ കോർട്ട് ഇംപ്ലേസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഓഡിറ്റേഴ്സിന് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നതാണ് ഇറ്റ്സ് ദ ഡ്യൂട്ടി ഓഫ് ദ കമ്പനി ഓഡിറ്റർ ടു ചെക്ക് ദ സ്റ്റോക്ക് പ്രോപ്പർലി. അതായത് കമ്പനിയുടെ സ്റ്റോക്ക് പ്രോപ്പർലി ചെക്ക് ചെയ്യുക എന്നുള്ളത് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. ദാറ്റ് ഈസ് ഇമ്പോസ്ഡ് ബൈ ദ കോർട്ട് ഡിസിഷൻ. The next is he should perform his duties with proper care and skill. ഓഡിറ്റർ നമ്മൾ നേരത്തെ ഓഡിറ്റേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനും ക്വാളിറ്റീസും എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അത് തന്നെയാണ് അതിൻ്റെ അകത്ത് മെജോറിറ്റി കാര്യങ്ങൾ തന്നെയാണ് കോർട്ടും ഇമ്പോസ് ചെയ്തിരിക്കുന്നത് ഓഡിറ്ററിൻ്റെ മേലെ. അപ്പോൾ അതിനകത്ത് പറയുന്നതാണ് അവരുടെ ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയിൽ അവരുടെ സ്കിൽസ് ആൻഡ് അവരുടെ പെർഫോമൻസ് ചെയ്യുമ്പോൾ അവരുടെ പ്രോപ്പർ കെയർ ആൻഡ് സ്കിൽ പ്രൊവൈഡ് ചെയ്യണം. ഹി ഷുഡ് പെർഫോം ഹിസ് ഡ്യൂട്ടീസ് വിത്ത് പ്രോപ്പർ കെയർ ആൻഡ് സ്കിൽ. Next point is he should examine the properly in the terms of debentures trust deed. He should examine proper the term of debenture trust deed. Debenture trust deed properly examine ചെയ്യുക. നെക്സ്റ്റ് പറയുന്നതാണ് he should physically count cash in hand on the last date of the financial year. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ദാറ്റ് മീൻസ് മാർച്ച് 31 അവരുടെ കയ്യിൽ ലാസ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ് എത്രയുണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യുക എന്നുള്ളത് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ഹീസ് എ വാച്ച് ഡോഗ് ബട്ട് നോട്ട് എ ബ്ലഡ് ബൗണ്ട് നോട്ട് അഡോപ്റ്റഡ് ഇൻ ആറ്റിറ്റ്യൂഡ് ഓർ സസ്പീഷ്യസ് ടുവേർഡ്സ് ദ ക്ലയൻറ്റ് സ്റ്റാഫ്. അതായത് ഓഡിറ്റർ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? വാച്ച് ഡോഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആ ഓർഗനൈസേഷൻ എല്ലാ ട്രാൻസാക്ഷൻസ് ദാറ്റ് മീൻസ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻസ് കെയർഫുള്ളി ചെക്ക് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. ഫോർ ദ പർപ്പസ് ഓഫ് റെഡ്യൂസിങ് ഫ്രോഡ്സ് ആൻഡ് എറേഴ്സ്. അപ്പോൾ അതാണ് പറയുന്നത് ഓഡിറ്റർ ഹാസ് കൺസിഡർഡ് ആസ് എ വാച്ച് ഡോഗ്. നെക്സ്റ്റ് പറയുന്നതാണ് ആൻഡ് ഓഡിറ്റർ ഷുഡ് ബി കറസ്പോണ്ടൻസ് ഇൻ റൈറ്റിംഗ് വിത്ത് ദ
retiring auditor before accepting the appointment as an auditor in place of him. ദാറ്റ് മീൻസ് ഇൻ കേസ് ഓഫ് ഏതെങ്കിലും ഒരു ഓഡിറ്റർ റിട്ടയർ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ റിട്ടയർഡ് ആവുന്നതിന് മുമ്പ് പുതിയതായിട്ട് ഒരു ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള ഒരു അപ്പോയിൻമെൻറ്റ് ഈ ന്യൂ ഓഡിറ്റർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ഒരു റിട്ടയർഡിങ് ഓഡിറ്ററിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഒരു പുതിയ ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാൾ റിട്ടയർഡ് ആയ ഓഫീസിൽ നിന്ന് ഒരു അപ്പോയിൻമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഇനി മുതൽ ഞാനായിരിക്കും ഓഡിറ്റർ എന്നുള്ളൊരു റിപ്പോർട്ട് ആക്സസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ഹി മസ്റ്റ് ബി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ. അതായത് ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കണം? ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ. ദാറ്റ് മീൻസ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ഓഫ് എ ഓഡിറ്റർ പറഞ്ഞു. അതാണ് ആ ക്വാളിറ്റീസും ക്വാളിഫിക്കേഷൻസ് എല്ലാം ഈ ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് പറയുന്നത് ഹി മസ്റ്റ് ബി എ മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്ററിൽ വരുന്നത്. ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്ററിൽ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ കോമൺ ലോ പറഞ്ഞു, ലാസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ബൈ ലീഗൽ ഓർ കോർട്ട് ഡിസിഷൻ. അപ്പോൾ ഇത്രയുമാണ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്ററിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് we move on the special audit of the company or special audit. The special audit means an auditor other than the annual audit of the accounts of the company called in a special circumstances is known as a special audit. Section 233A empower the central government in certain cases to call for a special audit of the company. ദ സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഹെഡിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്തെങ്കിലും സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ കമ്പനി നടത്തുന്ന ഓഡിറ്റിന് പറയുന്നതാണ് സ്പെഷ്യൽ ഓഡിറ്റ് എന്ന്. നോർമലി നമ്മൾ ഒരു ആനുവൽ ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ ഒരു ആനുവൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ആനുവൽ ഓഡിറ്റ് അല്ലാണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ പെട്ടെന്ന് ഒരു ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ് സ്പെഷ്യൽ ഓഡിറ്റ് ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത്. ഇത് മെയിൻലി ഡിസ്കസ് ചെയ്തതിൻ്റെ കമ്പനി സൈഡിലെ സെക്ഷൻ 233A സ്പെഷ്യൽ ഓഡിറ്റിൻ്റെ ഡ്യൂട്ടീസും കാര്യങ്ങളും എന്തൊക്കെയാണ് സ്പെഷ്യൽ ഓഡിറ്റ് നടത്തേണ്ട സർക്കംസ്റ്റാൻസസ് എന്നൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് ഓഫ് സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ സാങ്ഷനോട് കൂടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എംപവേർഡോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്പെഷ്യൽ കേസസിലാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഓഡിറ്ററിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന സർക്കംസ്റ്റാൻസസ് ഏതൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ പറയുന്നതാണ് ദ അഫയേഴ്സ് of any company are not being managed in accordance with sound business principles. അതായത് കമ്പനീസ് മാനേജ് ചെയ്യുന്നത്, അതായത് നമുക്ക് ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുറച്ച് പ്രിൻസിപ്പിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഇന്ന പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടായിരിക്കണം കമ്പനി മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ കേസ് ഓഫ് അതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അതനുസരിച്ചല്ല കമ്പനി വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതാണ് പറയുന്നത്. ആ കേസസിൽ നമുക്ക് സ്പെഷ്യൽ ഓഡിറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ കിട്ടും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ദ അഫയേഴ്സ് ഓഫ് എനി കമ്പനി ആർ നോട്ട് ബീയിങ് മാനേജ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സൗണ്ട് ഓഫ് ബിസിനസ് പ്രിൻസിപ്പിൾ. അതായത് ബിസിനസ് പ്രിൻസിപ്പിൾസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യേണ്ടുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് സ്പെഷ്യൽ ഓഡിറ്റ് നടത്താനായിട്ടുള്ള പെർമിഷൻ കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് the financial position of any company is such as a enlarged its solvency. അതായത് സോൾവൻസി ലെവൽ ഇപ്പോൾ നമ്മൾ പറയുക കമ്പനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല എന്ന് നമുക്ക് തോന്നുകയാണ്, അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ വളരെ ബാക്ക്വേർഡ് ആയിട്ടാണ് പോകുന്നതെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് പോയിന്റ് ഈസ് എനി കമ്പനി ഈസ് ബീയിങ് മാനേജ്ഡ് ഇൻ മാനേഴ്സ് ലൈക്ലി ടു കോസ് സീരിയസ് ഇഞ്ചുറി or damages to its interest of the trade, industry or business which is pertains. അതായത് കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസോ ഡാമേജസോ അറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് സ്പെഷ്യൽ ഓഡിറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള സാങ്ഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പം മെയിനായിട്ട് സ്പെഷ്യൽ ഓഡിറ്റിൽ 3 പോയിൻറ്റ്സാണ് പറഞ്ഞത്. അപ്പോൾ സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 223A പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് എംപവേർഡ് ചെയ്യാണ്
സ്പെഷ്യൽ ഓഡിറ്റിന് വേണ്ടിയിട്ട്, അതായത് സർട്ടൻ കേസസിൽ സ്പെഷ്യൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടായിരിക്കും സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് മെയിൻലി വരുന്നത് കമ്പനി പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടല്ല കമ്പനി മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, പിന്നെ സോൾവൻസി ലെവൽ നോക്കിയിട്ട്, അതേപോലെ തന്നെ എന്തെങ്കിലും സീരിയസ് ഇഞ്ചുറീസോ ഡാമേജസോ കമ്പനിയുടെ റണ്ണിങ്ങിൻ്റെ ടൈമിൽ വരാണെന്നുണ്ടെങ്കിൽ, ഈ കേസസിലൊക്കെയാണ് മെയിൻലി സെൻട്രൽ ഗവൺമെൻറ് സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യണമെന്ന് സാങ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ദ കമ്പനി ആയിരിക്കും മെയിനായിട്ട് ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മുടെ എല്ലാ കമ്പനി ഓഡിറ്ററിൻ്റെ എല്ലാ എൻപവേഴ്സും ഡ്യൂട്ടീസും ഈ ഓഡിറ്ററിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതേപോലെ നമ്മൾ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ് സ്പെഷ്യൽ സാങ്ഷൻ പ്രകാരമാണ് സ്പെഷ്യൽ ഓഡിറ്റ് നടത്തുക. സോ അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും അവരുടെ ഫീസ് ഫിക്സ് ചെയ്യുന്നത്. ദ റെമ്യൂണറേഷൻ ഈസ് ഫിക്സഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ഈസ് പെയ്ഡ് ബൈ ദ കമ്പനി. റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ഫീ പേ ചെയ്യുന്നത് കമ്പനി ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് സ്പെഷ്യൽ ഓഡിറ്റിൽ പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലെ തേർഡ് ചാപ്റ്റർ കഴിയാണ് ഡ്യൂട്ടീസ്, പവേഴ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ഓഡിറ്റ്. നാളെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.